ഡെയിലി സ്ലേറ്റ് യൂസ് ചെയ്യുന്ന കുട്ടികൾ, ചെറിയ ക്ലാസ്സിൽ പോകുന്ന കുട്ടികൾക്ക് സ്ലേറ്റ് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കൈ കൊണ്ട് മായ്ക്കുന്നതിനെക്കാട്ടും ഒരു ഡസ്റ്റർ കൊടുത്ത് ശീലിച്ചാൽ അതെപ്പോഴും നല്ലതായിരിക്കും. പഴയ തുണിയോ പഴയ ഡ്രസ്സോ ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് നല്ല ഡസ്റ്റർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ മോളുടെ ഉപയോഗിച്ച് പഴയതായ ഒരു കോട്ടൺ ഉടുപ്പാണ് എടുത്തിരിക്കുന്നത്. ഡസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാൻ കുറച്ച് പഴയ തുണികൾ വേണം. നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പത്തിന് ചുളിഞ്ഞിരിക്കുന്ന തുണിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഉടുപ്പിൻ്റെ താഴത്തെ ഭാഗം മുറിച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്സ് വരക്കാം. എത്ര ഡസ്റ്റർ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്സ് വരച്ചു കൊടുക്കുക. ഒരു സർക്കിൾ ഷേപ്പും ട്രയാങ്കിളും ഒരു ലവ് ഷേപ്പാണ് ഞാൻ വരച്ചത്. നമ്മൾ വരക്കണ ഷേപ്പ് വിട്ടിട്ട് 1/2 ഇഞ്ച് വീതിക്ക് അതിന് ചുറ്റും വരച്ചിട്ട് വേണം, അങ്ങനെ വേണം മുറിക്കാൻ. അതല്ലാതെ വരച്ച കറക്റ്റ് അളവിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കാൻ പാടില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ, സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിന് ചുറ്റും 1/2 ഇഞ്ച് വീതിക്ക് അടിക്കാൻ 1/2 ഇഞ്ച് വീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതിൽ നിന്ന് വേണ്ട. എപ്പോഴും നിങ്ങൾ ചോക്ക് കൊണ്ട് വരക്കുമ്പോൾ ചീത്ത ഭാഗത്ത് വെച്ച് വരക്കുക. ഞാൻ വരച്ചത് നല്ല പുറത്താണ്. അപ്പോൾ പൊട്ട പുറത്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മളത് മറിച്ചിടുമ്പോൾ അത് കാണില്ല. ഇനി അല്ലാതെ ഇതുപോലെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പുറത്തിന് ഫേസ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ മറിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ്, 1 ഇഞ്ച് ഗ്യാപ്പ് വിടണം. അതിൽ കൂടെയാണ് നമ്മൾ വേസ്റ്റ് ക്ലോത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കൊളത്തിടാനൊക്കെ എളുപ്പത്തിന് ആ ഉടുപ്പിൻ്റെ തന്നെ വള്ളി ഒന്ന് മുറിച്ചെടുക്കുക. അതും കൂടെ വെച്ച് അടിക്കണം. അപ്പം പിന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെ സൂചി കുത്തിക്കഴിഞ്ഞാൽ 2 തുണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിപ്പോവില്ല. അപ്പോൾ തയ്ക്കാൻ എളുപ്പമാണ്. പിന്നെ കോർണറുകൾ എത്തുമ്പോൾ നന്നായി ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ വിട്ട് പോരാനുള്ള ചാൻസ് കുറവാണ്. ഗ്യാപ്പ് ഇടാൻ വേണം കേട്ടോ. ഗ്യാപ്പ് ഇടണമെന്ന് പറഞ്ഞത് നമുക്ക് വേസ്റ്റ് ക്ലോത്ത് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പും വേണം. പിന്നെ ഈ തുണി നമുക്ക് കൈ ഇട്ടിട്ട് നമുക്ക് മറിച്ചിടാൻ വേണം. ഇതിപ്പോൾ പൊട്ട പുറമല്ലേ നമ്മൾ കാണുന്നത്. ഇനി അത് നമ്മൾ മറിക്കണം. അതിന് മുന്നായിട്ട് ജസ്റ്റ് ആ അടിച്ചതിൻ്റെ അപ്പുറത്ത് കൂടി ചെറിയ കട്ടിങ്സ് കൊടുക്കണം. അത് മറിക്കുമ്പോൾ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മറിച്ച് നോക്കുക. മറിച്ച് നോക്കുമ്പോൾ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാണ്ട് കാണാം നമുക്ക്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ കട്ടിങ് കൊടുക്കണം. ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് നമുക്ക് ആ ലവ് ഷേപ്പിൻ്റെ ആ ചെറിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ. എന്നിട്ട് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഏകദേശം ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റായ ഷേപ്പൊന്നും കിട്ടിയെന്ന് വരില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരച്ച പോലെ കിട്ടിയെന്ന് വരില്ല. എന്നാലും ഏകദേശം അങ്ങനെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് ക്ലോത്ത് ഫില്ല് ചെയ്യണം. തുണി അല്ലെങ്കിൽ പഞ്ഞി ആയാലും മതി. എന്നിട്ട് അതൊന്ന് മടക്കി വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കി ഷേപ്സും അടിച്ച് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഒന്നും കൂടെ കാണിക്കാം. ആ വള്ളി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മടക്കി നല്ല വൃത്തിയിൽ അടിക്കുക. ഇതുപോലെ മറ്റു ഷേപ്പും ചെയ്തെടുക്കണം. അങ്ങനെ ഡസ്റ്റർ റെഡിയായി. ഇനി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.